ഈ കോൺഗ്രസിന് ഈ പ്രാവശ്യം ഒരു സ്ട്രാറ്റജിക്കലി ഒരു തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അൻവറും ഈ UDF-ഉം ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ കഴിയുമായിരുന്നു. കാരണം ഒരു 30,000 വോട്ടിന് മേലെ ഭൂരിപക്ഷം ആർക്ക് കിട്ടുമായിരുന്നു? UDF-ന് കിട്ടുമായിരുന്നു. അതോടുകൂടി പറയാം 30,000-അധികം അല്ലെങ്കിൽ 40,000-അടുത്ത് വോട്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. 2016-ലും 2021-ലും ഈ പറയുന്ന 16,000 തുടങ്ങിയ ആദ്യത്തെ 2016-ൽ 19,000-ഉം 2021-ൽ 14,000 വോട്ട് അൻവറിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 80,000 വോട്ട് UDF-നും 70,000 വോട്ട് LDF-നും 20,000 വോട്ട് PV അൻവറിനുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ PV അൻവറിന് 20,000 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത്? കാരണം അത് 20,000 വോട്ടോളം ഉള്ളത് PV അൻവർ സ്വന്തം വോട്ടാണ്. അത് 2016 ആയാലും 2021 ആയാലും 2026 ആയാലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? ആ നാട്ടിൽ PV അൻവർ ഉണ്ടാക്കിയ ഒരു ഗ്രാസ് റൂട്ട് വർക്കിൻ്റെ ഭാഗമായി കിട്ടുന്നതാണ് ഈ 19,000 20,000 വോട്ട്. അത് PV അൻവറിൻ്റെ കയ്യിലുണ്ട്. ഇത് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ എന്ത് പറയാമായിരുന്നു? 30,000-അധികം അല്ലെങ്കിൽ 40,000-അടുത്ത് വോട്ട് എന്താണ് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ PV അൻവറിൻ്റെ വോട്ട് PV അൻവർ കൊണ്ടുപോയി. അതായത് PV അൻവർ LDF-ലെ ഭാഗത്തേക്ക് വന്ന സമയത്ത് PV അൻവർ കൊണ്ടുവന്ന വോട്ട് എന്ന് പറയുന്നത് PV അൻവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം.